നമ്മളിത് അല്പസമയം മുൻപ് കോഴിക്കോട് ദേശീയപാതയിലുണ്ടായ വിള്ളലിന്റെ ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ്. അപ്പോൾ എന്തായാലും ഈ വിഷയത്തിൽ അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം ഈ വിഷയത്തിൽ കാര്യക്ഷമമായി തന്നെ ഇടപെടുന്നുണ്ട്. ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം അവഗണിച്ച് പക്ഷേ മേഗാ കൺസ്ട്രക്ഷൻ കമ്പനി മുന്നോട്ട് പോവുകയാണ്. നേരത്തെ KNR കൺസ്ട്രക്ഷൻസിന്റെ കരിമ്പട്ടികയിൽ പെടുത്തിയ നടപടി നമ്മുടെ മുന്നിലുണ്ട്. കാസർഗോഡ് കളക്ടർ ആവശ്യപ്പെട്ട റിപ്പോർട്ട് ഇതുവരെയും ഈ മേഗാ കൺസ്ട്രക്ഷൻ എന്ന കമ്പനി നൽകിയിട്ടില്ല. ദേശീയപാത നിർമ്മാണത്തിലെ അപാകത പരിഹരിക്കാൻ എന്ത് നടപടികൾ സ്വീകരിച്ചു എന്ന് ഇന്ന് രാവിലെ 10 മണിക്കകം അറിയിക്കണം എന്നുള്ളതായിരുന്നു നിർദ്ദേശം. സാരംഗ് സുരേഷ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സാരംഗ്, എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു അനാസ്ഥ? ഇനി ജില്ലാ ഭരണകൂടം എന്ത് ചെയ്യും? ആര്യ, കൃത്യമായി മൺസൂൺ കാലം തുടങ്ങുന്നതിന് മുൻപ് തന്നെ മെഗാ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ നേതൃത്വത്തിൽ ജോലികൾ പുരോഗമിക്കുന്ന ദേശീയപാതയിൽ പ്രധാനമായും ചെർക്കള മുതൽ തളിപ്പറമ്പ് വരെയുള്ള പ്രദേശങ്ങളിലെ അപാകതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഏറെ ക്രിയാത്മകമായ ഒരു റിപ്പോർട്ടാണ് വിദഗ്ധ സമിതി കളക്ടർക്ക് നൽകിയിരുന്നത്. അത് ഇന്നലെ ചേർന്ന ജില്ലാ ഭരണകൂടത്തിന്റെ യോഗത്തിൽ മന്ത്രി AK ശശീന്ദ്രൻ അടക്കം പങ്കെടുത്ത ജില്ലാ ഭരണകൂടത്തിന്റെ യോഗത്തിൽ, ഉന്നതതല യോഗത്തിൽ അത് വലിയ തോതിൽ ചർച്ചയായിരുന്നു. അതിനിടെയാണ് മന്ത്രി ഇത്തരത്തിൽ നിർമ്മാണ കമ്പനിയോട് ഒരു കൃത്യമായിട്ടുള്ള ഒരു അറിയിപ്പ് നൽകിയത്. ഇന്ന് രാവിലെ 10 മണിക്കകം ഈ മൺസൂൺ കാലത്തിന് മുന്നേയായി ദേശീയപാതയിൽ അപാകതകൾ പരിഹരിക്കുന്നതിനായി എന്തെല്ലാം നടപടികൾ കമ്പനിയുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്നുള്ള കൃത്യമായ റിപ്പോർട്ട് കളക്ടർക്ക് മുൻപാകെ സമർപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് 10 മണി കഴിഞ്ഞതിന് ശേഷവും ജില്ലാ കളക്ടർക്ക് ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് മേഘാ കമ്പനിയുടെ ഭാഗത്ത് ലഭിച്ചിട്ടില്ല. ഇനി മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ കേന്ദ്ര ഭരണകൂടവുമായി ബന്ധപ്പെട്ട് മേഘാ കമ്പനിക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന ആവശ്യം ഉന്നയിക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെയും മന്ത്രിയുടെയും തീരുമാനം. ശരി, സാരംഗാണ് വിവരങ്ങൾ നൽകിയത്.